പുതിയ അഡ്മിഷൻ ആണല്ലേ? ഞാൻ കണ്ടായിരുന്നു മക്കള് കൊണ്ടുവിട്ടിട്ട് പോണത്. വിഷമിച്ചിട്ടൊന്നും ഒരു കാര്യവും ഇല്ല. പ്രായമായി കഴിഞ്ഞ മിക്ക പേരൻസിന്റെ വിധി ഇതൊക്കെ തന്നെയാ. ഈ വിധി ഞാൻ ചോദിച്ചു വാങ്ങിയതാ. ചോദിച്ചു വാങ്ങിയതോ? മനസ്സിലായില്ല. നിങ്ങൾ ഇതുവരെ റെഡിയായില്ലേ? ഇതിപ്പോ എത്ര നേരം വേണമെന്ന് റെഡിയാവാൻ? കാറുകാരിപ്പോ വരും. നിങ്ങൾ വേഗം ഒന്ന് റെഡിയായിട്ട് ഇറങ്ങാൻ നോക്ക്. മോളെ, ഞാൻ ഈ വീട് വിട്ട് എങ്ങോട്ടും പോണില്ല. എനിക്ക് ഈ വീട് വിട്ട് എങ്ങോട്ടും പോവാൻ പറ്റില്ല. അച്ഛൻ ഉറങ്ങണ മണ്ണല്ലേ മോളെ ഇത്. ഇത് ഉപേക്ഷിച്ച് ഞാൻ എങ്ങനെ ഇവിടുന്ന് പോവാ? ആ, അത് കൊള്ളാം. നിങ്ങളെ സെന്റിമെന്റ്സ് കാണിച്ചൊന്നും എന്നെ വീഴ്ത്താന്ന് കരുതണ്ട. ഞാൻ അതിലൊന്നും വീഴുന്ന ആളെയല്ല. പിന്നെ ഈ ലോകത്ത് നിങ്ങളല്ല ആദ്യമായിട്ട് വൃദ്ധസദനത്തിലോട്ട് പോവാൻ പോണത്. നിങ്ങൾ സെന്റിമെന്റ്സും പറഞ്ഞിരിക്കാതെ വേഗം റെഡിയായിട്ട് ഇറങ്ങാൻ നോക്ക്. പിന്നെ അച്ഛൻ ഉറങ്ങുന്ന മണ്ണ് വേണോന്നുണ്ടെങ്കിൽ ആ ഭാഗത്തെ മണ്ണ് കുറച്ച് നിങ്ങൾ എടുത്തോണ്ട് പൊക്കോ. കൊണ്ടുപോയി സൂക്ഷിച്ചോ. ഡെയിലി അത് നോക്കിയിരുന്നോ. അപ്പൊ പ്രശ്നം തീരില്ലേ? ഇങ്ങനൊന്നും പറയല്ലേ മോളെ. ഞാനും നിന്റെ അച്ഛനും ചോര നീരാക്കി ഉണ്ടാക്കിയ വീടാ. ഈ വീട്ടിൽ നിന്ന് ഞാൻ എങ്ങനെ ഇറങ്ങി പോവാ? അതൊക്കെ ശരിയായിരിക്കും. പക്ഷേ ഇപ്പൊ ഈ വീടും പറമ്പും എന്റെ പേരില്ല. അപ്പൊ ഞാൻ തീരുമാനിക്കും ഈ വീട്ടിൽ ആര് നിക്കണോന്നുള്ളത്. പിന്നെ പവിയേട്ടന് തീരെ ഇഷ്ടമല്ല നിങ്ങൾ ഈ വീട്ടിൽ നിക്കണത്. ഞങ്ങൾക്ക് ഒരുമിച്ചൊരു ട്രിപ്പ് പോവാൻ പറ്റുമോ? നിങ്ങൾക്ക് എന്നും വയ്യായ്മയല്ലേ. നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കാൻ ഞങ്ങൾക്ക് ഇവിടെ സമയമൊന്നുമില്ല. പിന്നെ അവിടെ ചെന്നാലും നിങ്ങൾക്ക് സന്തോഷത്തോടെ കഴിയാലോ. അവിടെ ഒന്നിനും ഒരു കുറവും വരത്തില്ല. മോളെ, സ്വന്തം മക്കളെ ഉപേക്ഷിച്ച് ഒരു മുറിക്കുള്ളിൽ കഴിഞ്ഞു കൂടുന്ന അച്ഛന്മാർക്കും അമ്മമാർക്കും എന്ത് സന്തോഷം മോളെ ഉണ്ടാവുക. അവർക്കെന്ത് സന്തോഷം സ്വന്തം മക്കളുടെയും പേരക്കുട്ടികളുടെയും കൂടെ കഴിയാനല്ലേ. നിങ്ങൾ ഇത്ര കാലം സന്തോഷിച്ചില്ലേ? ആ സന്തോഷമൊക്കെ മതി. നിങ്ങൾ അതും ഇതും പറഞ്ഞിരിക്കാതെ വേഗം നീ ഇറങ്ങിക്കേ. നീയും തയ്ച്ചു വെച്ച മോളെ ഒരു കുപ്പായം. കാലം നിനക്കിതിന് മറുപടി തരും. ഓ, അത് ഞാനങ്ങ് സഹിച്ചു. മോളെ, ആഹാ, അമ്മ ഇത്ര വേഗം ഇറങ്ങിയോ? എല്ലാം എടുത്തല്ലോ അല്ലേ? ഒന്നും മറന്നു വെച്ചിട്ടില്ലല്ലോ. ഇനി ഇതിന്റെ പേരിൽ തിരിച്ചു വരാന്ന് വിചാരിക്കണ്ട. എല്ലാം എടുത്തു മോളെ. പിന്നെ മോളെ, ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ. നിങ്ങളുടെ കൂടെ എന്നെയും കൊണ്ടുപോക്കൂടെ? ഞാനും വരാം നിങ്ങളുടെ കൂടെ. ഒന്നും ആലോചിക്കാനില്ല. അമ്മേനെ ഞാനിപ്പോ കാനഡയ്ക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിലേ നാളെ അതെനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് മാറും. അമ്മയ്ക്ക് പ്രായം കൂടി വരുമല്ലേ. അപ്പം എന്തുകൊണ്ട് ഈ നാട് തന്നെയാ ബെസ്റ്റ്. പിന്നെ അത് മാത്രമല്ല, അവിടുത്തെ കാലാവസ്ഥ അമ്മയ്ക്ക് പിടിക്കത്തില്ലല്ലോ. എന്റെ കൊച്ചുമോനെ കാണാതെ ഞാൻ എങ്ങനെയാ മോളെ ഇത്രയും ദിവസം കഴിയുന്നേ? എനിക്കാണെങ്കിൽ അവന്റെ കളിയും ചിരിയും കാണാതെ ഉറക്കം വരത്തില്ല. എനിക്കൊരു മനസമാധാനവും കാണത്തില്ല. ഇത്ര നാളും അമ്മ അവനെ കൊഞ്ചിച്ചില്ലേ? ഇനിയിപ്പൊ ഇടയ്ക്ക് വിളിക്കുമ്പം അമ്മയ്ക്ക് ഫോണിൽ കൂടെ സംസാരിക്കാലോ. ഈ വീട് അടച്ചുപൂട്ടി ഇടണ്ടേ മോളെ? ഇത്രയും ദിവസമൊക്കെ തൂത്തുവാരാതിരുന്ന ഈ വീട് അങ്ങ് ചീത്തയായി പോവും. അമ്മ അതൊന്നും ആലോചിച്ചിന് വിഷമിക്കണ്ട. ഞങ്ങളെ ഈ വീട് വിൽക്കാൻ പോവാ. ബ്രോക്കറോട് പറഞ്ഞിട്ടുണ്ട് നല്ല ആരെങ്കിലും വരുവാണെങ്കിലേ പറയാൻ വേണ്ടിട്ട്. അല്ലെങ്കിൽ ഈ വീട്ടിലൊക്കെ ആര് താമസിക്കാനാ? മോളെ, നിങ്ങൾ ഈ വീട് വിൽക്കാൻ തീരുമാനിച്ചോ? അപ്പോ നിങ്ങൾ ഇനി ഇങ്ങോട്ടേക്ക് തിരിച്ചു വരത്തില്ലേ? എന്നെ സ്ഥിരമായിട്ട് അവിടെ നിർത്താനാണോ മോളെ നിങ്ങളുടെ ഉദ്ദേശം? പിന്നല്ലാതെ നമ്മൾ എന്തിനാ ഇനി ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുന്നത്? അവിടെ ഞങ്ങൾ നല്ലൊരു അടിപൊളി വീട് കണ്ടുവച്ചിട്ടുണ്ട്. ഈ വീടും സ്ഥലവും കൂടെ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പൈസയും കൂടെ ചേർത്ത് വേണം അത് വാങ്ങിക്കാൻ. ഇതെന്റെ അമ്മ എനിക്ക് തന്ന വീടായിരുന്നു മോളെ. ഞാൻ ജനിച്ചു വളർന്ന എന്റെ സ്വന്തം വീട്. ഈ വീട് നീ കൊടുക്കാൻ പോവാണോ? അമ്മ അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട. പഴയ കാര്യങ്ങൾ ഇവിടെ സംസാരിക്കാതിരിക്കുന്നതാണ് എല്ലാവർക്കും നല്ലത്. എനിക്കറിയാം അമ്മ അമ്മൂമ്മയോട് എന്താ ചെയ്തേന്നുള്ളത്. അമ്മൂമ്മേനെ പറ്റിച്ച് എഴുതി വാങ്ങിച്ച വീടല്ലേ ഇത്. ഞാൻ ആരെയും പറ്റിച്ചു വാങ്ങിയ വീടൊന്നുമല്ല ഇത്. എന്റെ അമ്മ എനിക്കിത് ഇഷ്ടദാനം തന്ന വീടാ. അത് ശരിയായിരിക്കും. പക്ഷെ അമ്മ അമ്മൂമ്മയോട് എന്താ കാണിച്ചത്? ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടില്ലേ? ഞാൻ സ്കൂള് വിട്ട് വന്നപ്പം അമ്മൂമ്മേനെ കാണാനില്ല. ഞാൻ അമ്മൂമ്മ എവിടെയെന്ന് ചോദിച്ചപ്പോ നിങ്ങൾ എന്നോട് ഒരു അക്ഷരം പറഞ്ഞോ? ഒടുക്ക ഞാൻ അപ്പുറത്തെ വീട്ടിലെ സാലിയാന്റി പറഞ്ഞിട്ടാ ഇവിടുത്തെ ഓരോ കാര്യങ്ങൾ അറിഞ്ഞത്. എന്തായാലും അമ്മ അമ്മൂമ്മയുടെ കാണിച്ചത്ര ക്രൂരതയൊന്നും ഞാനിപ്പോ ഇവിടെ കാണിക്കുന്നില്ല. അമ്മയ്ക്ക് സുഖമായിട്ട് താമസിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് തന്നെയാ നമ്മൾ ആക്കിയിട്ട് പോകുന്നത്. അമ്മയ്ക്ക് ഒരു കുറവും വരത്തില്ല. ദേ,
ഏട്ടൻ വിളിക്കുന്നുണ്ട്. അമ്മ അതും ഇതും പറഞ്ഞേക്കാതെ വേഗം ചെന്ന് വണ്ടിയിലോട്ട് കയറിക്കേ. ഞാനിപ്പോ വരാം. കർമ്മബലം. അതനുഭവിക്കാതെ പോകാൻ പറ്റില്ല. അതനുഭവിച്ചേ തീരൂ. അന്ന് ഞാൻ എൻ്റെ അമ്മയോട് ചെയ്തത് ഇന്നെന്റെ മക്കൾ എന്നോട് ചെയ്തു.